നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളിനെ ഒറ്റയ്ക്ക് ഒരിടത്തേക്കും പോകരുത് കേട്ടോ. എവിടെ പോകണമെങ്കിലും പൊന്നിയാന്റിയോ രമണ്ണങ്ങളെ വിളിച്ചിട്ട് പോകാവൂ. ഇനി ഞാൻ അങ്ങനെയൊന്നും പോയില്ല സത്യാമ്മേ. അങ്ങനെ പോയതുകൊണ്ടല്ലേ എനിക്ക് അപകടം ഉണ്ടായത്. അതെനിക്ക് മനസ്സിലായി. എന്തെല്ലാം അപകടങ്ങളാ പപ്പിമോൾക്കുണ്ടാവുന്നത്. ജാതകവശാൽ മോശ സമയമാ. കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം. പപ്പിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ശ്യാമയും രോഹിത്തും കാണിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞല്ലേ, ഇവൾക്ക് എന്തറിയാം. ഇവളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുതിർന്നവര് തന്നെയാ. ഭാമേ, എന്താ നീ ആലോചിച്ചു കൂട്ടുന്നേ? വിഷ്ണുവിനെ കുറിച്ചാണോ? വിഷ്ണുവിനായാലും പപ്പിമോൾക്കായാലും അപകടങ്ങൾ ഒഴിഞ്ഞിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ടും നേരമില്ലല്ലോ രാഘവേട്ട. എന്നും എപ്പോഴും അപകടങ്ങളും ദുരിതങ്ങളും മാത്രം. ഇപ്പൊ തന്നെ എത്ര വട്ടം പപ്പി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുന്ന അനുഭവിക്കാന്നല്ല, പിന്നെ എന്ത് ചെയ്യാനാ? വിധി, അതിക്കുള്ള എന്ത് പറയാനാ? വിഷ്ണുവിന്റെ കാര്യം തന്നെ എടുത്തേ. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചത്. ആശുപത്രിവാസം അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മ എന്താ പറഞ്ഞു വരുന്നേ? പറഞ്ഞു വന്നത് പപ്പിയുടെ കാര്യമാ. സമയദോഷ. ഞാന് പത്മനാഭൻ ജോൽസിനോട് വരാൻ പറഞ്ഞിരിക്കുക. പപ്പിയുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ രാശിവെച്ചൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സത്യമേ, ഞാനും ഇത് സത്യമയോട് പറയണമെന്ന് വെച്ചിരിക്കുവായിരുന്നു. പപ്പിയുടെ ബാലാരിഷ്ടതകൾ മാറിയോന്നൊന്ന് നോക്കണമായിരുന്നു. സത്യാമ്മേ. ആ ശ്യാമേ, ജോൽസിനാണെന്ന് തോന്നുന്നു. ചെന്ന് കൂട്ടിക്കൊണ്ടുവാ. വഴിപാടുകളൊക്കെ പറയും. അതൊക്കെ കൃത്യമായി നടത്തിയ എല്ലാം ശരിയാവുന്ന തന്നെ എന്റെ മനസ്സ് പറയുന്നത്. സത്യമേ, നമസ്കാരം. നമസ്കാരം. ജോത്സരെ ഇരിക്കെ. ശ്യാമേ, പാപ്പിമോളുടെ ജാതകം എടുത്തോണ്ട് വാ. ശരി. മോളെ പപ്പി, ഇങ്ങ് വന്നേ. ഇതാണ് ആള്. ഒരല്പം കുസൃതിയാ അല്ലേ? കുറച്ചൊന്നുമല്ല. വിഷ്ണു അച്ഛനും അത്ര മോശമൊന്നും അല്ല. കേട്ടില്ല ജോത്സരെ, ഇങ്ങനെ തർക്കുത്തരം പറയും. മേലും കീഴും ഒന്നും നോക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.